ദൈവത്തിന് മഹത്വം. ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. യുദ്ധങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ പ്രതിസന്ധികൾ കൊണ്ടും കലാപങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ നോക്കിയാൽ അതിൻ്റെ എല്ലാം ഹെഡ്ലൈനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യുദ്ധവും അതുപോലുള്ള സംഘടനകളും ഭീതിയും നിറഞ്ഞ പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന, സംഘർഷം നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഭയത്തോടും മനുഷ്യൻ പരിഭ്രമത്തോടും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വരവിനുള്ള ലക്ഷണങ്ങളെല്ലാം കണ്ടു തുടങ്ങിയതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നാം വളരെ ശ്രദ്ധയോട് ജീവിക്കണമെന്നുള്ളതാണ്. നമുക്ക് കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് കർത്താവ് പറഞ്ഞ ചില വേദഭാഗങ്ങൾ തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം അതിന്റെ 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എന്നത്തെ ചിന്തയ്ക്കായി സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ, അതിന്റെ നടുവിലുള്ളവർ പുറപ്പെട്ടു പോകട്ടെ, നാട്ടിൻപുറങ്ങളിലുള്ളവർ അതിൽ കടക്കരുത്. എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാരകാലമാകുന്നു. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. ദേശത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിന്മേൽ ക്രോധവും ഉണ്ടാകും. അവർ വാളിന്റെ വായത്തിലേയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികയുമ്പോഴും ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയുകയും ചെയ്യും. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്ക നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോട് കൂടിയ പരിഭ്രമം ഉണ്ടാകും. 28 വാക്യം കൂടെ നമുക്ക് വായിക്കാം. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് നിവർന്ന് തലവെക്കുകയും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് നിവർന്ന് തലവെക്കുകയും. ഏത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതാണ് നമ്മൾ 20 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കുന്നത്. ജാതികൾ യെരൂശലേമിനെ ചുറ്റുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് പറയും. താഴേക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ അത്യുതളത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളും ചന്ദ്രനിലും സൂര്യനിലും നക്ഷത്രങ്ങളിലും ഉണ്ടാകുന്ന ലക്ഷ്യങ്ങളെക്കുറിച്ചും ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്. ഈ ലക്ഷണങ്ങളാണ് നമുക്ക് കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ജീവിക്കുക, അല്ലെങ്കിൽ വരവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ വരവിന്റെ നിഴലിൽ ജീവിക്കുക എന്നുള്ളതാണ്. വി ഹാവ് ടു ലീവ് അക്കോർഡിംഗ് ടു ദ ഷാഡോ ഓഫ് ഹിസ് കമിങ്. അവന്റെ വരവിന്റെ നിഴലിൽ നാം പാർക്കുക എന്നുള്ളതാണ്. നിഴൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു മനുഷ്യൻ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ നിഴൽ അതിന് മുമ്പായി വരുന്നു എന്ന് കാണാം. നിഴൽ എന്നത് യാഥാർത്ഥ്യമല്ലെങ്കിലും ഒരു വ്യക്തി വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുപോലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ പ്രകാശം ചെറുതായി നമുക്ക് കാണാൻ കഴിയുന്നു, അല്ലെങ്കിൽ മേഘം തെളിയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മേഘം തെളിയുമ്പോൾ നമുക്കറിയാം സൂര്യൻ ഉദിക്കാൻ പോവുകയാണ്, പ്രകാശം പരത്താൻ പോവുകയാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ നിഴലിൽ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ നിഴലിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ കർത്താവ് വരുന്ന എന്നതിന്റെ നിഴലിൽ നാം ജീവിക്കുകയും ആ നിഴലിൽ കാണുമ്പോൾ ആ യാഥാർത്ഥ്യമായ ക്രിസ്തു വരാൻ പോകുന്നു എന്ന് നാം തിരിച്ചറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ്. ഇവിടെ 4-5 കാര്യങ്ങൾ കർത്താവിന്റെ വരവിനോടുള്ള ലക്ഷണങ്ങളായി ഈ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ജാതികൾ യെരൂശലേമിനെ വളയുക എന്നുള്ളതാണ്. രണ്ടാമതായി നമുക്ക് കാണാൻ കഴിയുന്നത് അത്തിയുടെ തളപ്പിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മൂന്നാമതായി ആകാശത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ആകാശത്തിലെ ലക്ഷണങ്ങളും അതുപോലെ ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകുന്നതിനെ കുറിച്ച് നമുക്ക് കാണാം. 4, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അതേ വലിയ മാറ്റങ്ങളും വലിയ ലക്ഷ്യങ്ങളും ഉണ്ടാകുന്നതായി നമുക്ക് കാണാം. 5-മതായി കടലിലെ വലിയ ഓളം നിമിത്തം അല്ലെങ്കിൽ തിരമാല നിമിത്തം മനുഷ്യർ ഭയപ്പെട്ടു പോകുന്നത്, പരിഭ്രമിച്ചു പോകുന്നത് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. 1-മതായി നമുക്ക് അവിടെ നമ്മൾ 20 വാക്യം മുതൽ നാം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് നമുക്കൊന്ന് ചെറുതായി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ. അതിന് 20 വാക്യം വായിക്കും. സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുക. ഇവിടെ സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് തന്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ തന്നെ അന്വേഷിക്കുന്നവർ മനസ്സിലാക്കണമെന്ന് യേശു വളരെ കൃത്യമായി പറയുകയാണ്. നമുക്കറിയാം, യേശുവിനെ തന്റെ ശിഷ്യന്മാർ ദേവാലയത്തിന്റെ പണി കാണിക്കുവാൻ വേണ്ടി യേശുവിനെ അവർ അതിന്റെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ യേശു ആ ദേവാലയത്തിന്റെ പണി കണ്ടു. ദേവാലയം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ദേവാലയമായിരുന്നു. ആദ്യത്തെ ദേവാലയം നമുക്കറിയാം, അത് ശലോമോൻ പണി കഴിപ്പിച്ച ദേവാലയമാണ്.
രണ്ടാമത്തെ ദേവാലയം എന്ന് പറഞ്ഞാൽ സെരുബാബേൽ പണിയെടുപ്പിച്ച ദേവാലയമാണ്. എന്നാൽ ഈ രണ്ടാമത്തെ ദേവാലയം പിന്നീട് ഹെരോദാവ് പുതുക്കി പണിഞ്ഞ് വളരെ മനോഹരമാക്കി. അവിടുന്ന് റോമിൽ നിന്ന് കൊണ്ടുവന്ന ഗോൾഡും അതുപോലെ തന്നെ ശലോമോനും ദാവീദും ഒക്കെ ശേഖരിച്ച് വെച്ചിരുന്ന ഗോൾഡും അതുപോലെ ഭണ്ഡാരത്തിൽ ഉണ്ടായിരുന്ന ഗോൾഡും ഒക്കെ ഉപയോഗിച്ച് ഇതിൽ ഭിത്തികളിലൊക്കെ സ്വർണം പതിപ്പിച്ചും അതുപോലെ വളരെ മനോഹരമാക്കി വളരെ എക്സ്പെൻസീവ് ആയിട്ട് അത് പണിഞ്ഞു തീർത്തിരുന്നു എന്നുള്ളതാണ്. ഇതിന്റെ പണികൾ കാണുമ്പോൾ, അതേപോലെ തന്നെ സൂര്യൻ ഉദിക്കുമ്പോൾ അതിന്റെ പ്രകാശത്തിലേക്ക് നോക്കാൻ കഴിയാത്ത കണ്ണ് മഞ്ചുന്ന നിലയിലുള്ള വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആലയമായിരുന്നു അത് എന്നുള്ളതാണ്. യേശുവിനെ അത് ശിഷ്യന്മാർ കാണിക്കുമ്പോൾ യേശു പറയുകയാണ്, ഇത് കല്ല് കല്ലിന്മേൽ ശേഷിക്കുകയില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ പറയുകയാണ്, ജാതികൾ യെരൂശലേമിനെ വളയുമ്പോൾ അത് ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇതെപ്പോഴാണ് സംഭവിച്ചത്? ഈ പ്രവചനം AD 70 സംഭവിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. AD 66 ജൂതന്മാർ റോമക്കാർക്കെതിരെ ഒരു വിപ്ലവം ഉണ്ടാക്കി. അന്ന് നമുക്കറിയാം, റോമർ ലോകത്തെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് വളരെ ശക്തമായ ഭരണവും വലിയ ശക്തമായ സൈന്യവുമുള്ള കാര്യങ്ങളെല്ലാം ഉള്ള ഒരു രാജ്യമായിരുന്നു, അല്ലെങ്കിൽ ഒരു സാമ്രാജ്യമായിരുന്നു റോമ സാമ്രാജ്യം എന്ന് പറയുന്നത്. അവരോട് ആ കാലത്ത് ആരും യുദ്ധത്തിന് പോവുകയില്ല, അവർക്കതിന് വിപ്ലവം സൃഷ്ടിക്കുകയില്ല. കാരണം ശക്തമായ മിലിറ്ററി സജ്ജീകരണങ്ങളും എക്യുപ്മെന്റ്സും ഉള്ള ഒരു രാജ്യത്തോട് പോരാടുക എന്ന് പറയുന്നത്, അതിനെ ജയിക്കുക എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. എന്നാൽ ജൂതന്മാർ അവർക്കെതിരെ ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കി എന്നുള്ളതാണ്. ആ സമയത്ത് അന്നത്തെ ജനറലിനെ അവിടേക്ക് അയക്കുകയും ആ AD 66 അവിടെ ഇവരെ നിരോധിക്കുന്നത് കാണാൻ കഴിയുന്നു. എന്നാൽ ഒരു അല്പകാലത്തേക്ക് ആ യുദ്ധം പോസ് ചെയ്യുകയും എന്തോ കാരണത്താൽ ആ യുദ്ധം താൽക്കാലികമായി നിർത്തുകയും റോമിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ജെറുസലേമിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യൂസേബിയസ് എന്ന് പറയുന്ന ചരിത്രകാരൻ, സഭാ ചരിത്രകാരൻ, അദ്ദേഹം പറയുന്നുണ്ട്, അവർ പെള്ള എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യോർദാൻ നദി ക്രോസ് ചെയ്ത് അവരവിടേക്ക് രക്ഷപ്പെട്ടു. കാരണം യേശു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ജാതികൾ യെരൂശലേമിനെ വളയുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നുവെന്നും അങ്ങനെയുള്ളവർ, അവിടെയുള്ളവർ മുല കുടിക്കുന്നവരുമൊക്കെ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടണമെന്നും പുറത്തുള്ളവർ അകത്തേക്ക് വരാതെ രക്ഷപ്പെടണമെന്നുമുള്ള യേശുവിന്റെ വാണിംഗ് ഓർത്ത് ക്രിസ്ത്യാനികൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നും പറയുന്നുണ്ട്. അതിനുശേഷം ഇവിടെ പിന്നെ യുദ്ധം ആരംഭിച്ചു. അത് ഇവിടെ കാണുന്നത് വെസ്പേഷ്യന് അവിടെ യുദ്ധത്തിനായിട്ട് വരികയാണ്. വെസ്പേഷ്യന്റെ കീഴിൽ മറ്റൊരാൾ അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് ടൈറ്റസ് ആണ്. എന്നാൽ അന്ന് റോം ഭരിച്ചുകൊണ്ടിരുന്നത് നീറോ ആയിരുന്നെന്നും നീറോയുടെ മരണശേഷം ഇവിടെ വെസ്പേഷ്യനെ അവിടുത്തെ ചക്രവർത്തിയായി തിരഞ്ഞെടുക്കുകയും പിന്നീട് വെസ്പേഷ്യന്റെ മകനായിരിക്കുന്ന ടൈറ്റസിനെ വെസ്പേഷ്യന്റെ മകനായിരിക്കുന്ന ടൈറ്റസിനെ ജനറലായിട്ട് അവിടേക്ക് അയക്കുകയും ടൈറ്റസിന്റെ നേതൃത്വത്തിലുള്ള യുദ്ധം അവിടെ ആരംഭിക്കുകയാണ്. ഇവിടെ റോമ സൈന്യം ഈ യെരൂശലേമിനെ വളഞ്ഞു എന്നുള്ളതാണ്. അവർ യെരൂശലേമിനെ വളഞ്ഞപ്പോൾ അവർ പ്രധാനമായി ചില കാര്യങ്ങൾ അവിടെ ചെയ്തു. ഒന്നാമതായി, ഇതിനകത്തേക്ക് വരുന്ന വെള്ളം, അതിന്റെ അക്വഡക്റ്റിൽ നിന്ന് വെള്ളം കട്ട് ചെയ്തു എന്നുള്ളതാണ്. അവിടേക്ക് വരുന്ന പച്ചക്കറിയും അതേപോലെ മറ്റു വിഭവങ്ങളും വരുന്നതെല്ലാം നിർത്തലാക്കി അവർ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. അകത്തുള്ളവർ വെള്ളമില്ലാതെ ജീവിക്കുകയാണ്. അവിടെ വേണ്ട വിധത്തിൽ ആഹാരമില്ലാതെ ജീവിക്കുന്നു. അവിടെ മരണവും രോഗവും അതേപോലെ തന്നെ ക്ഷാമവും അതിനകത്തുണ്ടായി. ആഭ്യന്തര കലഹങ്ങൾ അതിനകത്തുണ്ടായി. വലിയ പ്രശ്നങ്ങളായി. അതിനകത്തൂടെ അനവധി പേർ മരിച്ച് വീണുകൊണ്ടേയിരുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഇവരുടെ യുദ്ധ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ആഹാരമില്ലാതെ, വെള്ളമില്ലാതെ, അതേപോലെ രോഗത്താലും പല വ്യാധികളാലും അനേകരെ കൊല്ലുക, അവരുടെ ശക്തി ക്ഷയിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം റോമ പട്ടാളം ചെയ്തതെന്ന് പറഞ്ഞാൽ അവർക്ക് ആഹാരവും അതേപോലെ തന്നെ വെള്ളവും ഒന്നും ഇല്ലാതെ പലരും ക്ഷീണിതരാകുകയും പലരും മരിക്കുകയും പല തരത്തിലുള്ള പകർച്ചവ്യാധിയും ഒക്കെ ഉണ്ടായ സമയത്ത് അവസാനം അവർ ചെയ്തത് പ്രത്യേക ജാമറുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ മതിലുകൾക്ക് വെള്ളം വീഴ്ത്തുകയും അവസാനം ഇത് ഇടിച്ചിടുകയും അകത്തേക്ക് കയറുകയും അങ്ങനെ അന്നും അതുപോലെ തന്നെ ഈ ക്ഷാമത്തിലൂടെയും രോഗത്തിലൂടെയും 10 ലക്ഷത്തിലധികം ജൂതന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലൂടെ ആ സമൂഹം കടന്നുപോയി എന്നുള്ളതാണ്. അവിടെ യേശു പറഞ്ഞതുപോലെ കല്ലിന്റെ മേൽ കല്ല് ശേഷിക്കുകയില്ലെന്ന് യേശു പറഞ്ഞ പ്രവചനം പോലെ അവിടെ സംഭവിക്കുകയാണ്. അവിടെ റോമ പട്ടാളം ഇതിനകത്തേക്ക് ഇരച്ചു കയറിയപ്പോൾ അവരുടെ ആലയമായിരുന്ന ആലയത്തിന് തീയിടുകയും അങ്ങനെ ആ തീയുടെ ചൂടിൽ അതിനകത്ത് പതിച്ചിരുന്ന സ്വർണങ്ങളെല്ലാം വെന്തുരുകി അതിനകത്തുള്ള വെള്ളക്കല്ലുകളുടെ അകത്തേക്ക് ക്രാക്ക് വീണ്ടത്തേക്ക് ഒഴുകി ചെല്ലുകയും ചെയ്തു. ആ സ്വർണത്തോടുള്ള ആർത്തി നിമിത്തം റോമ പട്ടാളക്കാർ ഓരോ കല്ലുകൾ വിളക്കി അതിന്റെ സ്വർണങ്ങൾ എടുത്തു മാറ്റി. അത് അതേപോലെയുള്ള കർത്താവിന്റെ പ്രവചനം പോലെ കല്ലിന്റെ മേൽ കല്ല് ശേഷിക്കാതെ വന്നു എന്നുള്ള ആ പ്രവചനം പോലെ നിവൃത്തിയായി എന്നുള്ളതാണ്. ഇവിടെ എന്താണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കുന്നത്? AD 70 ടൈറ്റസ് കടന്നു വന്നതിനെ ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും 10 ലക്ഷത്തിലധികം ജൂതന്മാർ കൊല്ലപ്പെടുകയും അതേ സമയത്ത് ഇടയ്ക്ക് യുദ്ധം സ്റ്റോപ്പ് ചെയ്തപ്പോൾ ക്രിസ്തുവിന്റെ പ്രവചനം മനസ്സിലാക്കി രക്ഷപ്പെട്ട
ക്രിസ്ത്യാനികളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞ പ്രവചനത്തിന്റെ ലക്ഷണങ്ങൾ ആദ്യമായി അവിടെ നിറവേറുന്നു എന്നുള്ളതാണ്. ഈ പ്രവചനത്തിൽ പല ഘട്ടങ്ങളായിട്ടാണ് കാര്യങ്ങൾ നടപ്പിലാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഒന്നാമതായി അവിടെ ജാതികൾ അവിടെ കീഴ്പ്പെടുത്തുകയും അതേപോലെ യെരൂശലേമിനെ ആക്രമിക്കുകയും ജൂതന്മാർ ലോകത്തെമ്പാടുമുള്ള സ്ഥലങ്ങളിലേക്ക് അവർ ചിതറിപ്പോകുന്നതും നമുക്ക് കാണാൻ കഴിയുകയാണ്. ഇവിടെ അതിന്റെ 28-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ആ ഭാഗം ഒന്ന് വായിക്കാം. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തല പൊക്കുവിൻ. യേശുവിടെ തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഇതൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾ നിവർന്ന് തലമുക്കി നോക്കണമെന്നാണ് പറയുന്നത്. തലമുക്കുവിൻ എന്ന് പറയുകയാണ്. നമുക്കറിയാം, ബാബേൽ പ്രവാസത്തിൽ തന്റെ ജനം 70 വർഷക്കാലം പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. പിന്നീട് വരുന്ന സാമ്രാജ്യങ്ങളുടെ ഭരണങ്ങൾ കാണാം, അവിടെയെല്ലാം തന്റെ ജനം ഭയപ്പെട്ടു, അതേപോലെ തന്നെ പീഡിപ്പിക്കപ്പെട്ടു, അവർ തല കുനിച്ചു. എന്നാൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോളം, യേശുവിനെ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചോളം ഇത് സംഭവിക്കുമ്പോൾ തല പൊക്കി നോക്കണമെന്ന് കർത്താവ് തന്നെ പറയുകയാണ്. കാരണം ലോകം ഭയത്തിൽ ഇതൊക്കെ കണ്ട് ഭയപ്പെടുമ്പോൾ കർത്താവിന്റെ മക്കൾ, ദൈവത്തിന്റെ മക്കൾ, സഭ അത് വളരെ പ്രതീക്ഷയോട്, വളരെ പ്രത്യാശയോട് അവർ തല ഉയർത്തി നോക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയുന്നു, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഇത് പഴയ നിയമത്തിലെ ഒരു പ്രതിനിധി തന്നെയാണ് ഇവിടെ കാണുന്നത്. തല ഉയർത്തുകയും എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രതിനിധി തന്നെയാണ് കാണുന്നത്. ലോകം മുഴുവൻ ഭയത്തിൽ വിറങ്ങലിച്ച് അവർ ഭയത്തിലും പരിഭ്രമത്തിലുമായിരിക്കുമ്പോൾ ദൈവസഭ വളരെ പ്രത്യാശയോട് തല ഉയർത്തി നോക്കണം എന്ന് കർത്താവ് വളരെ കൃത്യമായി പറയുകയാണ്. ഇവിടെ ലോകം ഭയത്തിൽ കുനിയുന്നു, എന്നാൽ ദൈവജനം പ്രത്യാശയോട് തല ഉയർത്തി നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ തല ഉയർത്തി നോക്കേണ്ടതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു പട്ടാള മേധാവിക്ക്, ഒരു കമാൻഡറിന് വേണ്ടി കാത്തിരിക്കുന്ന സൈന്യം. എന്നാൽ ഒരു പട്ടാള മേധാവി കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ കമാൻഡർ കടന്നു വരുമ്പോൾ വളരെ പ്രതീക്ഷയോട് തല ഉയർത്തി നോക്കുന്നത് പോലെ വിശ്വാസികൾ അല്ലെങ്കിൽ ദൈവമക്കൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഭയത്താലോ അല്ലെങ്കിൽ ഭീതിയാലോ അല്ല, മറിച്ച് അവർ വളരെ പ്രതീക്ഷയോട് നോക്കണം എന്നുള്ളതാണ്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ലോകത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ, പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് കർത്താവ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായി കർത്താവ് പറയുന്നു, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകുമെന്നാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, സൂര്യൻ കരിമ്പടം പോലെ കറക്കും, അതേപോലെ തന്നെ ചന്ദ്രൻ രക്തതുല്യമായി മാറും എന്നൊക്കെ നമുക്ക് കാണാം. അത് അവിടെ മാത്രമല്ല, മറ്റു പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോവേൽ പ്രവചനത്തിലും ഇതിനെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്ന കാണാൻ കഴിയുന്നു. ഈ ഭാഗത്തും ഇപ്രകാരം തന്നെ കർത്താവ് പറയുന്നുണ്ട്, സൂര്യനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ സെപ്റ്റംബർ 7-8 ദിവസങ്ങളിൽ നമുക്കുണ്ടായിരുന്ന എക്ലിപ്സ് നമുക്കറിയാം. ചന്ദ്രഗ്രഹണം സംഭവിച്ചതായിട്ട് നമുക്കറിയാം. അതായത് ഭൂമിയിലെ നിഴൽ ചന്ദ്രനെ മൂടുകയും അങ്ങനെ അവിടെ ചന്ദ്രനിൽ നോക്കിയവർ അവർക്ക് ഈ 2 ദിവസങ്ങളിലായി ചുവന്ന് കാണാനിടയായി എന്നുള്ളതാണ്. തിരുവചനത്തിൽ പറയുന്നുണ്ട്, സൂര്യൻ കരിമ്പടം പോലെ കറക്കും, അതേപോലെ തന്നെ ചന്ദ്രൻ രക്താപരമായി മാറുമെന്ന് പറയുന്നത് പോലെ ഇവിടെ നടക്കുന്ന എക്ലിപ്സ് പോലുള്ള സംഭവങ്ങൾ അതിശക്തമായി നടക്കുമെന്നുള്ളതാണ്. സൂര്യന്റെ പ്രകാശം എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് പോകുന്ന നിലയിലേക്ക് മനുഷ്യൻ ഭയത്തോട് കാണുന്ന ദിവസങ്ങൾ ഉണ്ടാകും. ആ ചന്ദ്രനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ ആകാശത്തിൽ നക്ഷത്രങ്ങളിൽ ഉണ്ടാകുന്ന ലക്ഷ്യങ്ങൾ, ഉൽക്ക പോലെയുള്ള സംഭവങ്ങൾ താഴേക്ക് വീഴുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇവ കൊണ്ട് മനുഷ്യൻ ഭയന്നു വരുമ്പോഴും ദൈവജനം ഉണർന്നു നിൽക്കും. കാരണം അവൻ അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല, തന്റെ വീണ്ടെടുപ്പെടുത്തിയിരിക്കുന്നു എന്ന് അവൻ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് പറഞ്ഞാൽ ഇംഗീസോ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്രോയിങ് നിയർ എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. ഡ്രോയിങ് നിയർ എന്ന് പറഞ്ഞാൽ എംഗീസോ എന്ന വാക്കാണ്. ഈ എംഗീസോ എന്ന വാക്ക് പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. കർത്താവിനോട് അടുത്തു വരുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. അവിടെയും എംഗീസോ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ യേശുവിന്റെ ക്രൂശീകരണത്തിന് മുമ്പ് യേശു പറഞ്ഞു, മൈ അവർ ഈസ് കമ്മിങ്, അവർ ഈസ് കമ്മിങ്. എന്ത് ചെയ്യുന്നു? സമയം അടുത്തിരിക്കുന്നു എന്ന് യേശു പറയുകയാണ്. യേശുവിന്റെ ക്രൂശീകരണത്തിനും അതേപോലെ യേശുവിന്റെ ട്രയലിനും യേശുവിന്റെ പരീക്ഷയുടെ സമയം അടുത്തിരിക്കുന്നു എന്ന് യേശു പറയുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എംഗീസോ എന്ന പദമാണ്. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിനും ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് എംഗീസോ എന്ന പദമാണ്. എംഗീസോ എന്ന വാക്കിന്റെ അർത്ഥം ദൂരെ നിന്ന് വളർന്നു വന്നിരിക്കുന്ന ഒരാൾ, ഏറ്റവും അടുത്ത് വന്നിരിക്കുന്നു, അവർ അതിൽ സ്റ്റേജിലേക്ക് കയറുവാൻ അടുത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ആരംഭിച്ച ഒരു ഓട്ടമോ, നേരത്തെ ആരംഭിച്ച ഒരു യാത്രയോ, നേരത്തെ ആരംഭിച്ച ഒരു പ്രവൃത്തി അത് അതിന്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇതൊക്കെ സംഭവിക്കുമ്പോൾ നാം വന്നിരിക്കുന്നത് അവസാന കാലഘട്ടം ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ, അത് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ അകാരസ് വാക്കിൽ നിന്നാണ് ഇവിടെ വീണ്ടെടുപ്പ് എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്.
അഗാരസോ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പാണ്. ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടപ്പോൾ, കർത്താവിനെ സ്വീകരിച്ചപ്പോൾ പാപത്തിൽ നിന്നുള്ള മോചനം ലഭിച്ചു, ആത്മീയമായ വീണ്ടെടുപ്പ് നടന്നു. എങ്കിലും ആ വ്യക്തി പൂർണ്ണമായുള്ള വീണ്ടെടുപ്പ് നടന്നിട്ടില്ല എന്നുള്ളതാണ്. റോമാലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, സകല സൃഷ്ടിയും ഞരക്കത്തോട് ഒരു വീണ്ടെടുപ്പിനായി കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ മനുഷ്യന്റെ ശരീരത്തിന് ഒരു വീണ്ടെടുപ്പ് ഉണ്ടാകണം, മനുഷ്യന് പൂർണ്ണമായ ഒരു വീണ്ടെടുപ്പ് സംഭവിക്കണം. അതുകൊണ്ടാണ് ഇവിടെ യേശു പറയുന്നത്, ഇത് നടക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീണ്ടെടുപ്പ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണമെന്ന് കർത്താവ് തന്നെ ഇവിടെ പറയുന്നത്. ഇന്നത്തെ ലോകത്തുണ്ടാകുന്ന യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ജാതിയോടുള്ള എതിർപ്പുകളും അതേപോലെ തന്നെ വൈരങ്ങളും ഒക്കെ നാം കാണുമ്പോൾ, നമ്മുടെ ഈ വർത്തമാന കാലത്തിലെ സംഭവങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഒരുങ്ങിയിരിക്കണമെന്നുള്ളതാണ്. വളരെ പ്രതീക്ഷയോട് ദൈവസഭ ഉണർന്നിരിക്കണം. ദൈവസഭ ഭയത്തിലല്ല, ലോകം ഭയത്തിലായിരിക്കുമ്പോൾ, ലോകത്തിന് വിറയിൽ പിടിക്കുമ്പോൾ, ലോകം ഭ്രമിച്ചു പോകുമ്പോൾ ദൈവജനം വളരെ പ്രതീക്ഷയോടുകൂടെ ആയിരിക്കണം എന്നുള്ളതാണ്. രണ്ടാം ലോകമായുധ കാലത്ത് ബ്രിട്ടീഷ് ഇംഗ്ലണ്ടിലേക്ക് അതേപോലെ ജർമ്മൻ പ്ലെയിൻ വന്ന് ബോംബുമായി വന്ന് ഡ്രോപ്പ് ചെയ്യുവാൻ വരുന്ന സമയത്ത് വളരെ വേദനയോടും ഭയത്തോടും അതിന്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് അമ്മമാർ ഓടിപ്പോകുവാനിടയായി തീർന്നു. വളരെ നിരാശയോടും വേദനയോടും വളരെ ഭയത്തോടും അവർ ഓടിപ്പോയി. അപ്പോൾ തന്നെ അവർക്ക് പെട്ടെന്നൊരു സിഗ്നൽ ലഭിച്ചു. അവരുടെ കൂടെ അലയൻസ് ഉണ്ടായിരുന്ന അവർ രാഷ്ട്രങ്ങളുടെ ഫ്ലൈറ്റ് വന്ന് അല്ലെങ്കിൽ പോർ വിമാനങ്ങൾ വന്ന് അവരെ തിരിച്ചയക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്തു. അപ്പോഴേക്ക് ഇവരെല്ലാം ഈ ബങ്കറിൽ നിന്ന് പുറത്തിയാടി വളരെ പ്രതീക്ഷയോട് ആകാശത്തോട്ട് നോക്കി നിന്നു. അവർ സന്തോഷിച്ചു എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെയൊക്കെ നടുവിൽ കർത്താവ് വരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ വളരെ പ്രതീക്ഷയോട് തല ഉയർത്തി നോക്കുന്ന ഒരു വലിയ പ്രത്യാശയെ കുറിച്ചാണ് ഈ ഭാഗത്ത് ഇവിടെ പറയുന്നത് എന്നുള്ളതാണ്. ഇവിടെ പ്രത്യാശ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ പ്രത്യാശയല്ല. ഒരു മനുഷ്യൻ ദീർഘനാളുകളായി ജയിലിൽ കിടക്കുകയാണ്. ഒരു മോചനത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട്, വളരെ തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ട് കിടക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന്റെ സന്തോഷ വാർത്ത കേൾക്കുന്നു. തന്നെ റിലീസ് ചെയ്യാനുള്ള പേപ്പർ സൈൻ ചെയ്യപ്പെട്ടു എന്നുള്ള വലിയ ന്യൂസ് അദ്ദേഹം കേൾക്കുകയാണെന്നിരിക്കട്ടെ. അതിനുശേഷം അദ്ദേഹം വളരെ പ്രത്യാശയോട് അദ്ദേഹത്തിന്റെ റിലീസ് കാത്തുകൊണ്ട്, പുറത്തേക്കുള്ള തന്റെ വരവ് കാത്തുകൊണ്ട് താൻ കഴിയുന്നത് പോലെയാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ വളരെ പ്രതീക്ഷയോട് സഭ കാത്തിരിക്കണമെന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്ക് വേണ്ടി റിലീസ് സൈൻ ചെയ്തിരിക്കുകയാണ്. എന്നാൽ നമ്മളെ ഇനി റിലീസ് ചെയ്താൽ മാത്രം മതി എന്നുള്ള പ്രതീക്ഷയോടുകൂടെ ആയിരിക്കണമെന്നാണ് കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. നാം മനസ്സിലാക്കുന്നത്, നാം ലോകത്തിന്റെ ജയിലിലാണ്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മുടെ റിലീസിന് വേണ്ടിയുള്ള പേപ്പറുകളെല്ലാം സൈൻ ചെയ്തിരിക്കുകയാണ്. ഈ പാവം നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് നാം സ്വതന്ത്രമാകുവാനുള്ള സമയം നാം കാത്തിരിക്കുന്നത് കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നാം തലപൊക്കി നോക്കണമെന്നുള്ളതാണ്. ഇസ്രായേൽ മരുഭൂമിയിൽ മേഘസ്തംഭവും അഗ്നിതൂണും കണ്ടപ്പോൾ അവർ തലപൊക്കി വളരെ പ്രത്യാശയോട് നോക്കി. കാരണം മേഘസ്തംഭത്തിൽ ദൈവസാന്നിധ്യം അവർ കണ്ടു. അവർ അതേപോലെ തന്നെ അഗ്നിതൂണിൽ ദൈവസാന്നിധ്യം അവർ കണ്ടു. ദൈവത്തിന്റെ സാന്നിധ്യം തന്നെ, അവൻ മേഘാരൂഢനായി കടന്നു വരുന്നു എന്ന് തിരുവചനം പറയുന്നത് പോലെ അവന്റെ സാന്നിധ്യമാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. അത് കാണുമ്പോൾ തല ഉയർത്തിയവർ നോക്കും. കാരണം അത് പ്രത്യാശയോടും പ്രതീക്ഷയോടുമുള്ള തലയുയർപ്പാണ്. അതുകൊണ്ടാണ് കർത്താവോട് പറയുന്നത്, ഇതൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾ തല നിവർത്തുകയും എന്ന് പറയുന്നത്. അതിന്റെ 27-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും, മനുഷ്യപുത്രൻ തേജസ്സിൽ വരുന്നതിനെ കുറിച്ച് നമുക്ക് കാണാം. വായിക്കാം അതിന്റെ 27-ാം വാക്യം. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാ തേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. ഇവിടെ സഭയുടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട അല്ലെങ്കിൽ ബ്ലെസ്സഡ് ഹോപ്പാണ്, വലിയ പ്രത്യാശയാണ് മനുഷ്യപുത്രൻ മേഘത്തിൽ തേജസ്സോടുകൂടെ കടന്നു വരുന്നത് അവർ കാണും എന്നുള്ളത്. അതാണ് നൂറ്റാണ്ടുകളായി സഭയുടെ പ്രാർത്ഥന. ഇന്ന് നമ്മുടെ പ്രാർത്ഥന കർത്താവ് മേഘത്തിൽ വരുന്നതും അവന്റെ പിന്നീടുള്ള മഹത്വ പ്രത്യക്ഷതയുമാണ് നമുക്കെല്ലാവരുടെയും നമ്മുടെ പ്രതീക്ഷ എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ 27-ാം വാക്യത്തിൽ അത് നമ്മൾ തന്നെ കാണും, അല്ലെങ്കിൽ സഭ കാണുമെന്ന് വളരെ കൃത്യമായി പറയുകയാണ്. നിങ്ങൾ നോക്കുക, ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ചന്തസ്ഥലത്ത്, ഒരു പട്ടണത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരു കുട്ടി തന്റെ പിതാവിനെ കാണാൻ കഴിയാതെ അവൻ വളരെ വിഷമത്തോട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് അവന്റെ പിതാവ് തന്നെ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അവിടെ വെക്കുന്ന കണ്ടെത്തിയതിനുള്ള പേപ്പർ സൈൻ ചെയ്തതിലല്ല അവൻ സന്തോഷിക്കുന്നത്, അവിടെ നടത്തപ്പെട്ട അനൗൺസ്മെന്റ് അല്ല. അവൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് തന്റെ പിതാവിന്റെ വരവാണ്. അവന്റെ പിതാവിന്റെ വരവാണ് അവനെ സന്തുഷ്ടനാക്കുന്നത്, അവനെ സന്തോഷവാനാക്കുന്നത്, അവനെ എക്സൈറ്റഡ് ആക്കുന്നത് പിതാവിന്റെ വരവാണെന്നുള്ളതാണ്. ദൈവസഭയുടെ ഏറ്റവും എക്സൈറ്റഡ് ആയിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വരവാണ്. അതാണ് ഇവിടെ വളരെ കൃത്യമായി പറയുന്നത് എന്നുള്ളതാണ്. തല ഉയർത്തി നോക്കുക എന്ന് പറയുമ്പോൾ കേവലം ജസ്റ്റ് ഒരു പ്രതീക്ഷയോട് കാത്തിരിക്കുക എന്ന് മാത്രമല്ല, അതിലപ്പുറമായി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നാം ചെയ്യണമെന്നുള്ളതാണ്. ഏത് പ്രതിസന്ധികളുടെ നടുവിലും ലോകത്തിൽ എന്തൊക്കെ സംഭവിക്കുമ്പോഴും ദൈവം തന്റെ ജനത്തിന് ഒരു ഉദ്ദേശം നൽകിയിട്ടുണ്ട്, ഒരു ലക്ഷ്യം നൽകിയിട്ടുണ്ട്. ദൈവം ഒരു ഉത്തരവാദിത്തം നൽകിയിട്ടുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നാം കൃത്യമായി ചെയ്യണമെന്നുള്ളതാണ്. മഹോദരകാലത്തിന് നടുവിൽ പോലും 2 സാക്ഷികളെ കർത്താവ് അയക്കുന്നു. 7-ാം കാലം ഊതി കഴിയുമ്പോൾ നമുക്കറിയാം അവിടെ സംഭവിക്കുന്നത് 2 സാക്ഷികൾ വരികയാണ്. അവർ 1260 വർഷം ഈ ഭൂമിയിൽ പ്രവചിക്കുന്നതും
ദൈവത്തിന്റെ ദൂതുകൾ അറിയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഏത് പ്രതിസന്ധിയുടെ നടുവിലും ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ ദൂതുകൾ അറിയിക്കുക എന്നുള്ളതാണ്. ഈ കാലഘട്ടം അവസാനിക്കുന്ന ഈ പീരീഡിൽ നാം ആയിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം ദൈവം നമുക്ക് ഉത്തരവാദിത്വം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. കർത്താവിന്റെ വരവാസനമായിരിക്കുന്നത് കൊണ്ട് ഈ കാലഘട്ടത്തിൽ നാം വിശ്വാസത്തോട് നിൽക്കുമ്പോൾ ആ വരവിന് വേണ്ടി നോക്കി പാർക്കുക മാത്രമല്ല, മറിച്ച് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ സമൂഹത്തിൽ നാം ചെയ്യണമെന്നുള്ളതാണ്. ഇരുട്ടുള്ള ഈ ലോകത്തിൽ, വലിയ ഇരുട്ടുകൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ ഒരു മെഴുകുതിരിയായി പ്രകാശിച്ച് അല്പം പ്രകാശമെങ്കിലും ലോകത്തിന് കൊടുക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന പ്രകാശപൂരിതരായി തീരണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ 32-ാം വാക്യം വായിക്കുമ്പോൾ സകലതും സംഭവിക്കുമ്പോഴും ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് അവിടെ നമുക്ക് കാണാൻ കഴിയും. വായിക്കാം 32-ാം വാക്യം. സകലവും സംഭവിക്കുമ്പോഴും ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. സകലതും സംഭവിക്കുമ്പോഴും ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതിനെക്കുറിച്ച് ഉള്ള വ്യാഖ്യാനങ്ങൾ പലതാണ്. പലരും പല കാര്യങ്ങളിൽ പറയും. ചിലർ പറയും അത് ജൂതനോടുള്ള കാര്യത്തിലാണ്. ജൂതൻ എന്നുള്ള റേസ്, ജൂതൻ എന്നുള്ള വർഗം കർത്താവിന്റെ വരവോളം നിലനിൽക്കും. ആരൊക്കെ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ആ തലമുറ എന്ന് നിലനിൽക്കും എന്നുള്ള വ്യാഖ്യാനം പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ AD 70 സംഭവിച്ചു. അത് ആ തലമുറ എന്ന് പറഞ്ഞാൽ ഈ യെരുശലേമിനെ ചുറ്റി ആ സമയത്ത് അവിടെയുള്ള 10 ലക്ഷം ജൂതന്മാരെ കൊന്നുകളയുകയും അതുപോലെ തന്നെ ലോകത്തെമ്പാട് അവർ ചിതറിപ്പോവുകയും ചെയ്തു. ആ പ്രവചനം അവിടെ നിറവേറി എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ ഞാനിവിടെ പറയട്ടെ, അതിലെല്ലാം ഉപരിയായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം ഇന്ന് ജീവിക്കുന്ന ഒരു അവസാന പീരീഡാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൊഫറ്റിക്കൽ ക്ലോക്ക് അനുസരിച്ച് നമ്മൾ കാര്യങ്ങളെ ഗ്രഹിക്കണം എന്നുള്ളതാണ്. 2 തരത്തിലുള്ള ടൈം ഗ്രീക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ക്രോണോസ് എന്നും 2 കെയ്റോസ് എന്നും 2 വാക്കുകളാണ് ടൈമിനെയുള്ള പദത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ക്രോണോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോക്കിലെ ടൈമാണ്. ഓരോ ദിവസവും നീങ്ങുന്നത് 24 മണിക്കൂർ. അതുപോലെ തന്നെ ഓരോ മിനിറ്റും നീങ്ങുന്നു, സെക്കൻഡുകൾ നീങ്ങുന്നു. അതിനെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി ക്രോണോസ് എന്ന പദം ഉപയോഗിച്ചിരിക്കുമ്പോൾ കൈറോസ് എന്ന് പറഞ്ഞ് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെയല്ല, ഒരു പീരീഡ് ഓഫ് ടൈമിന് വേണ്ടിയാണ്. ഒരു പ്രത്യേക അവറിനെ ആണ് ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ 1-ാം വരവിനും കർത്താവിന്റെ 2-ാം വരവിനുമുള്ള മധ്യത്തിൽ നടക്കുന്ന ഈ പീരീഡാണ്. അന്ന് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചാണ് നാം പറയുന്നത്. കർത്താവിന്റെ വരവാസനമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ നാം അവസാനത്തെ പീരീഡിന്റെ അവസാനത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഓരോ പ്രവചനങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഇസ്രായേലിന്റെ പുനഃസ്ഥാപനം നമുക്ക് കാണാം. 1948 എസെക്കിയേൽ 37 പറയുന്നത് പോലെ അവരെ മടക്കി വരുത്തുമെന്ന് ലോകത്തിലെമ്പാടും 1900 വർഷങ്ങൾ ചിതറിക്കിടന്ന ജൂതനെ ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ 1948 ഇസ്രായേൽ അവരെ കൂട്ടിവരുത്തി അവർക്കൊരു രാജ്യം ദൈവം കൊടുത്തു എന്നുള്ളതാണ്. ഒരു ദിവസം കൊണ്ട് ഒരു ദേശം ഉണ്ടായി വരുമോ എന്ന് പ്രവാചകൻ ചോദിക്കുന്നത് പോലെ അതെ, ഒരു ദിവസം കൊണ്ട് ദൈവത്തിന്റെ അത്ഭുതത്താൽ നടന്നു എന്നുള്ളതാണ്. 1948 ഇസ്രായേൽ ഒരു രാജ്യമായി തീർന്നപ്പോൾ ഇസ്രായേലിന്റെ പുനഃസ്ഥാപനം ഇവിടെ കണ്ടു എന്നുള്ളതാണ്. അത്തി തടുക്കുമ്പോൾ വേനലെടുക്കുന്നു എന്ന് പറയുകയാണ്. അത്തി മുതലായ വൃക്ഷങ്ങളെ കുറിച്ച് യേശു പറയുന്നുണ്ട്. കർത്താവിന്റെ വരവിന്റെ ലക്ഷണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അത്തിയുടെ കൊമ്പ് ഇളതായി അതിന്റെ ഇല തടുക്കുമ്പോൾ വേനലെടുത്തു എന്ന് മനസ്സിലാക്കണം. അത്തി എന്ന് പറയുന്നത് അതിന്റെ വിന്റർ ടൈം എന്ന് പറയുന്നത് ഇതിന്റെ കൊമ്പുകളെല്ലാം ഇലകളെല്ലാം പൊഴിച്ച് അത് വളരെ കട്ടിയുള്ളതായി തീർന്നു. ഒരു പ്രതീക്ഷയുമില്ലാത്ത ഉണങ്ങിപ്പോയി എന്ന് ചിന്തിക്കുന്ന സമയത്താണ് വേനലെടുക്കുന്നത്. വേനലിൽ അതിന്റെ കമ്പ് ഇളതായി അതിന്റെ ഇലകൾ തടുത്തു വരുന്നത് പോലെ ഇസ്രായേൽ ഒരു ജാതി എന്നുള്ള നിലയിൽ, ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ 1948 ഒരു രാജ്യമായി തീർന്നപ്പോൾ 1900 വർഷങ്ങൾക്ക് മുമ്പ് അപ്രത്യക്ഷമായി പോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ അവരുടെ രാജ്യം അവർക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ഇതൊരു പ്രവചനം എന്നുള്ളതിനേക്കാൾ അപ്പുറം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ് അവിടെ നടക്കുന്നത്. ലോകത്തിൽ ഒരിക്കലും സംഭവിക്കാൻ കഴിയാത്ത ഒരു അത്ഭുതം. 1900 വർഷങ്ങൾക്ക് മുമ്പ് പട്ടണം നഷ്ടപ്പെട്ടു, പട്ടാളം നഷ്ടപ്പെട്ടു, രാജാവ് നഷ്ടപ്പെട്ടു, ആലയം നഷ്ടപ്പെട്ടു, സകലതും നഷ്ടപ്പെട്ട അവിടെ വയലേലകൾ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹം മടങ്ങി വരിക എന്ന് പറയുന്നത് ശവക്കുഴി തുറന്ന് കർത്താവ് അവരെ കൊണ്ടുവരുമെന്ന് പ്രവചിച്ചതുപോലെ എസെക്കിയേൽ 37-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നത് പോലെ തന്നെ അവിടെ സംഭവിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെയാണ് അത്തിയുടെ തണുപ്പ് എന്നുള്ളത് ഏറ്റവും പ്രസക്തമായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ വരവ് ആസനമായിരിക്കുന്നു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്ന യോവേൽ പ്രവചനത്തിൽ പറഞ്ഞു, അന്ത്യകാലത്ത് നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുമെന്ന് പത്രോസ് അത് തന്നെ പെന്തക്കോസ്ത് ദിവസത്തിൽ പറഞ്ഞു. അതിന്റെ ഭാഗികമായ നിറവേറ്റൽ നടന്നു. അതുപോലെ തന്നെ 1906 കരിസ്മാറ്റിക് മൂവ്മെന്റും പെന്തക്കോസ്റ്റൽ മൂവ്മെന്റും ഒക്കെ ആരംഭിച്ചപ്പോൾ അതിന്റെ തുടർമാനമായിട്ടുള്ള ആത്മാവിന്റെ പ്രവൃത്തികളാണ് നടക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ അന്ത്യകാലത്തിന്റെ ഏറ്റവും അവസാനം വന്നിരിക്കുകയാണ്. ഇനി വലിയൊരു ഔട്ട്പോറിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കവിഞ്ഞൊഴുക്കുണ്ടാകും. പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ മാരി ഇവിടെ പെയ്തിറങ്ങാൻ പോവുകയാണ്. അതിനുവേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അത് സംഭവിച്ചു കഴിയുമ്പോൾ
കഴിയുമ്പോൾ ലോകത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ആ കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് സുവിശേഷം ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ്. കർത്താവിന്റെ വരവാസനമായിരിക്കുന്നു. ഈ ലക്ഷണങ്ങളെല്ലാം ഓരോന്നോരോന്നായി നിറവേറി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അല്പം മാത്രമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ വരവ് ഏത് കാലത്തും സംഭവിക്കാമെന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരുങ്ങി നിൽക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ. അതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.